നമസ്കാരം. നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. ഒരു നാടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ വിധി നിർണ്ണയിക്കപ്പെടുന്ന ഒരു ദിവസമാണിത്. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. കാരണം EMS മുതൽ ഉമ്മൻചാണ്ടി വരെ, VS അച്യുതാനന്ദനും EK നായനാരും K കരുണാകരനും AK ആന്റണിയും R ശങ്കറും ഉൾപ്പെടെയുള്ള എത്രയോ മുഖ്യമന്ത്രിമാർ നേതൃത്വം നൽകിയ ഒരു ഭരണകൂടം ഭരിച്ചിരുന്ന നാടാണിത്. പക്ഷേ ഇക്കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം അങ്ങനെയായിരുന്നില്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ നരകയാതനയിലാഴ്ത്തിയ, നമ്മളെ അടിമകളെ പോലെ കണ്ട ഒരു ഭരണമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. EMSൻ്റെ കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലം വരെയുള്ള സർക്കാരുകൾ ഭരിച്ചപ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 1.5 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത് 6 കോടിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. അതായത് വെറും 10 വർഷം കൊണ്ട് ഉണ്ടായിരുന്ന പൊതുകടത്തേക്കാൾ 3 ഇരട്ടി അധികമായി കടമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ്റെ സർക്കാർ. നിങ്ങൾ ഒന്നോർത്ത് നോക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത ദിവസം മുതൽ പിന്നീട് ഇങ്ങോട്ട് അഴിമതികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. സ്പ്രിംഗ്ലർ, പമ്പ മണൽക്കടത്ത്, മൊബിലിറ്റി, AI ക്യാമറ, സ്വർണ്ണക്കടത്ത്, മാസപ്പടി, അങ്ങനെ എത്രയോ അഴിമതികൾ പിണറായി വിജയൻ നടത്തി. ഇതിനു മുമ്പും മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ റോഡിലിറങ്ങുമ്പോൾ 40 വാഹനങ്ങളുടെ അകമ്പടി, മഴയായാലും വെയിലായാലും എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരെ റോഡിൽ മണിക്കൂറുകളോളം തടഞ്ഞു നിർത്തുന്ന ഒരവസ്ഥയുണ്ടായി. 22 കസ്റ്റഡി മരണങ്ങളാണ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നത്. അതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കാസർഗോഡ് പെരിയയിലെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലപാതകം, മട്ടന്നൂരിലെ ഷുഹൈബിൻ്റെ കൊലപാതകം, അങ്ങനെ നിരവധി കൊലപാതകങ്ങൾ. ഈ കൊലപാതകികളെ രക്ഷിക്കാനായി മാത്രം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളിൽ നിന്ന് നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പണം കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ നിന്ന് വിലപിടിപ്പുള്ള വക്കീലന്മാരെ ഇറക്കി വാദിച്ചത് പാർട്ടി കൊലയാളികളെ രക്ഷിക്കാൻ. ഇനി സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾക്ക് ഓർമ്മ കാണും. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് സ്വദേശി, ഒരു സാധാരണ കുടുംബത്തിലെ അംഗം. ആ സിദ്ധാർത്ഥൻ പഠനത്തിനായി വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ എത്തുന്നു. അവിടെ SFI വേട്ടമൃഗങ്ങൾ 3 ദിവസം വെള്ളമോ ഭക്ഷണമോ കൊടുക്കാതെ ആ കുട്ടിയെ വളരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. അവരെയും രക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ പിണറായി വിജയൻ്റെ സർക്കാർ എടുത്തത്. 1.5 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് മുടിച്ചിട്ടാണ് ഒരു ബസ്സിൻ്റെ ചേസിസ് എടുത്ത് ബോഡി ചെയ്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി വിജയനും കൂട്ടുമന്ത്രിമാരും സർക്കിട്ട് നടത്തിയത്, നവകേരള സർക്കിട്ട്. അതിൽ പിണറായി വിജയൻ ഇരിക്കാനുള്ള കസേരയ്ക്ക് മാത്രം 1,65,000 രൂപയാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. 2 സ്റ്റെപ്പർ എടുത്തു വയ്ക്കാനായിട്ട് ഇയാൾക്ക് വയ്യാത്തത് കൊണ്ട് ആ ബസ്സിൽ ലിഫ്റ്റ് പിടിപ്പിച്ചു. നവകേരള സർക്കിട്ടിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ മുന്നിലിട്ട് DYFI ഗുണ്ടകൾ ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് തല തല്ലി തകർത്തു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പോലും പ്രോട്ടോകോളെല്ലാം ലംഘിച്ചുകൊണ്ട് പോലീസിൻ്റെ പിടിയിലായിരുന്നവരെ ക്രൂരമായി മർദ്ദിച്ചു യൂത്ത് കോൺഗ്രസ്സുകാരെ. ഇതെല്ലാം കണ്ട് ആർത്തട്ടഹസിച്ച് രാക്ഷസരെ പോലെ ചിരിക്കുകയായിരുന്നു അന്ന് പിണറായി വിജയൻ. പിന്നെ മാധ്യമവേട്ട. നിങ്ങൾക്കറിയാം, മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ. സമാനതകളില്ലാത്ത വേട്ടയിടലാണ് അദ്ദേഹം അനുഭവിച്ചത്. 2.5 മാസത്തോളം അദ്ദേഹം ഒളിവിലായിരുന്നു. ആ മാധ്യമ സ്ഥാപനത്തിൽ എത്രയോ തവണ കയറിയിറങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി. അത് ഇതുവരെ കോടതി പറഞ്ഞിട്ട് പോലും വിട്ടുകൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. 100ഓളം കേസിലെ പ്രതിയാണ് ഷാജൻ സ്കറിയ. ഇപ്പോൾ പ്രതിയല്ല, പ്രതിയാക്കിയതാണ് പിണറായി വിജയൻ്റെ സർക്കാർ. TP നന്ദകുമാർ, പിണറായി വിജയൻ്റെ തലയ്ക്ക് മീതെ വാൾ പോലെ തൂങ്ങിക്കിടക്കുന്ന ലാവ്ലിൻ കേസ് വരെ പോലും ഇപ്പോൾ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നുവെങ്കിൽ അത് TP നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ്റെ മിടുക്കാണ്. ആ മനുഷ്യനെയും എത്രയോ തവണ ജയിലിലിട്ടു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് കൊള്ളയടിച്ചു. പോലീസുകാർ CCTV ക്യാമറകൾ പോലും എടുത്തുകൊണ്ടുപോയി. സ്വപ്ന സുരേഷിൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലായിരിക്കാം ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു കാരണം കോടതിയിൽ കാണിച്ച് സെർച്ച് വാറണ്ട് വാങ്ങി 2024 ഒക്ടോബർ 28 DNA ന്യൂസിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തത്. സകല സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി. ഒടുവിൽ നിങ്ങൾക്കറിയാം, നാട്ടുകാരെല്ലാം സഹായിച്ചിട്ടാണ് വീണ്ടും DNA ന്യൂസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഒരു സാധാരണക്കാരെ പോലും വെറുതെ വിടാത്ത ക്രൂരമായ മനസ്സിനുടമ.
എത്രയോ അഴിമതികൾ, കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ ഇയാൾ നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നത് മുഴുവൻ പാർട്ടിക്കാരാണ്. പിണറായി വിജയൻ അറിയാതെ ഒന്നും ചെയ്യില്ല. അതിൽ ഒരു പ്രതിയായി 90 ദിവസം ജയിലിൽ കിടന്ന പത്മകുമാർ തന്നെ പറഞ്ഞു, ദൈവതുല്യരായ ആളെ ഞങ്ങൾ വിശ്വസിച്ചു പോയി എന്ന. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ദൈവതുല്യൻ പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഭരിച്ച സമയത്താണ് ശബരിമലയിൽ കൊള്ള നടന്നത്. പിണറായി വിജയനാണ് ശബരിമലയിൽ വെളുപ്പാൻ കാലത്ത് തലയിൽ മുണ്ടിട്ട് 2 ആക്ടിവിസ്റ്റുകളെ കയറ്റിയത്, വനിതാ ആക്ടിവിസ്റ്റുകളെ കയറ്റിയത്. അതിൻ്റെ പേരിൽ പ്രതിഷേധിച്ച വിശ്വാസികളെ തല്ലിച്ചതച്ചു. പലർക്കെതിരെയും കേസുകളെടുത്തു. ആ കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. എന്നിട്ട് ആചാര ലംഘനത്തിനായി പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി സുപ്രീം കോടതിയിൽ പോയി. ഇപ്പോൾ 4 വോട്ടിന് വേണ്ടി യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നു യുവതീ പ്രവേശനം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. വേടനെ പോലെയുള്ള പീഡകരെ കൂടെ നിർത്തി. 2 പീഡന കേസിലെ പ്രതിയാണ് വേടനെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM. ഇനി ആരോഗ്യരംഗത്തെ കാര്യം എടുത്തു നോക്കാം. എത്രയോ സംഭവങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായ വീഴ്ചകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിക്ക് തന്നെ റോഡിലിറങ്ങി മാധ്യമങ്ങളോട് പറയേണ്ടി വന്നു, ഇവിടെ ഉപകരണങ്ങളൊന്നുമില്ല എന്ന്. മരുന്നുകൾ വിതരണം ചെയ്ത വിതരണക്കാർ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലെത്തി. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ അറിയുന്നു ഓട്ടോ തൊഴിലാളികൾ അവരുടെ ക്ഷേമനിധി ബോർഡിലേക്ക് അയച്ച 500 കോടിയിലധികം രൂപ കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഹെലികോപ്റ്റർ എടുത്ത് വെറുതെ 1 വർഷം വാടകയ്ക്ക് ഇട്ടിരുന്നതിന് പൊതുഖജനാവിൽ നിന്ന് ചിലവായത് 22.5 കോടി രൂപ. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാർ, അദ്ദേഹത്തെ വേട്ടയാടിയത് നമ്മൾ കണ്ടതാണ്. ആ മനുഷ്യനെ ആദ്യം പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ ജയിലിലടച്ചു. 7-8 ദിവസമോ മറ്റോണം തോന്നുന്നു ജയിലിലടച്ചു. അതിനുശേഷം എറണാകുളത്തുള്ള ഒരു വനിതാ നേതാവ് എന്തോ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യനെ വേട്ടയാടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് നടത്തി. അങ്ങനെ എന്തെല്ലാം ആ മനുഷ്യനെ ഉപദ്രവിച്ചു. i2i എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ അദ്ദേഹത്തെ ഒരുപാട് വേട്ടയാടി. അവർക്കൊന്നും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. ഷാജഹാൻ സാർ ജയിലിൽ കിടക്കേണ്ടി വന്നെങ്കിലും സുനിലിനൊന്നും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അവരെയും എത്രയോ കേസുകൾ അവരുടെ പേരിലുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നതിനൊന്നും നമ്മൾ മിണ്ടാൻ പാടില്ല. ഇപ്പോൾ മോഹൻലാലിനെയൊക്കെ വിളിച്ച് വളരെ മാന്യനായിട്ട് ഇയാൾ ഒരു അഭിമുഖമൊക്കെ നടത്തിയല്ലോ. അത് നമ്മുടെ കയ്യിൽ നിന്നുള്ള പണമാണ്. 11.5 ലക്ഷം രൂപയാണ് അതിനു വേണ്ടി ചിലവാക്കിയത്. അതുപോലെ അയാളുടെ പ്രയോഗങ്ങൾ, മാറി നിൽക്കങ്ങോട്ട്, കടക്ക് പുറത്ത്, പരനാറി, കുലംകുത്തി, നികൃഷ്ടജീവി, ചെറ്റത്തരം, ഡാഷ്മോൻ, ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ, ഒരു മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളാണോ ഇത്? ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണണം. സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബീവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളും തുറന്നു കൊടുത്തു പിണറായി വിജയൻ്റെ സർക്കാർ. എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ മാസം രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബാറുകൾക്ക് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയും കൊടുത്തു പിണറായി വിജയൻ്റെ സർക്കാർ. ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് ചോദ്യം ചെയ്യാത്ത ഒരു തലമുറയെയാണ്. യുവതലമുറയാണല്ലോ ഇതുപോലെയുള്ള അനീതികളെ ചോദ്യം ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത, രാജ്യത്തെ ഏറ്റവും അധികം മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. ആരാണ് ഇതിനെല്ലാം കാരണക്കാർ? മദ്യവും മയക്കുമരുന്നും കൊടുത്ത് വർഗീയത കുത്തിവെച്ച് ചോദ്യം ചെയ്യാനുള്ള യുവതലമുറയെ കൂടെ നിർത്തുക. അപ്പോൾ പിന്നെ ചോദ്യം ചെയ്യില്ലല്ലോ. എത്രയോ പേർ, അതായത് ചിന്താശേഷിയുള്ളവർ ഇവിടം വിട്ടുപോയി. ചിന്താശേഷിയുള്ള യുവജനതയൊക്കെ ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി, കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി. അവർ അവിടെയൊക്കെ ജോലി ചെയ്യുകയാണ്. കുറേയൊക്കെ പേർ രാജ്യം തന്നെ വിട്ടുപോയി. പിന്നെ ആന്തൂരിലെ സാജൻ്റെ കൊലപാതകം, ഇവിടെ വ്യവസായത്തിൽ കേരളം നമ്പർ 1 എന്നൊക്കെയാണ് തള്ളുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആന്തൂരിലെ സാജൻ്റെ മരണം മാത്രം എടുക്കൂ. ഇവിടെ ഏതെങ്കിലും ഒരു വ്യവസായശാലകൾ ഈ 10 വർഷത്തിനുള്ളിൽ, അല്പോട്ടെ 10 വർഷത്തിന് മുമ്പത്തെ കാര്യം പോലും എടുക്കൂ, ഉയർന്നു വന്നിട്ടുണ്ടോ? കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ 10 വർഷത്തിന് ശേഷം ഒന്നും വന്നിട്ടില്ല. 4000 കോടി രൂപയുടെ നിക്ഷേപം സാബു ജോർജ് നടത്തിയത് തെലങ്കാനയിലാണ്. അത് കേരളത്തിൽ നടത്തേണ്ടിയിരുന്ന നിക്ഷേപമാണ്. അങ്ങനെയെങ്കിൽ എത്രയോ പേർക്ക് ജോലി കിട്ടുമായിരുന്നു. അതും ചെയ്തില്ല. എന്നു മാത്രമല്ല, സാബു ജേക്കബിനോട് അവരെ പ്രതികാര നടപടി എന്നോണം അവരുടെ ഫാക്ടറികളും ഓഫീസുകളും ഒക്കെ റെയ്ഡ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. പോലീസിനെ പോലും വെറും ശിങ്കിടികളായി കാണുന്ന ഒരവസ്ഥയുണ്ടായി. ജേക്കബ് തോമസിനെയും സിസ തോമസിനെയും പ്രശാന്തിനെയും അശോകിനെയും പോലെയുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇയാൾ സസ്പെൻഡ് ചെയ്തു. ബാക്കി അവരെയൊക്കെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാമോ ആ തരത്തിലൊക്കെ പീഡിപ്പിച്ചു. യോഗേഷ് ഗുപ്ത,
അദ്ദേഹത്തെയൊക്കെ ഏതെല്ലാം വിധത്തിൽ പീഡിപ്പിച്ചു. പക്ഷേ KM എബ്രഹാം, പിന്നെ ജോയി, ജയതിലകൻ, ഇങ്ങനെയുള്ളവരെയൊക്കെ അയാൾ കൂടെ നിർത്തിയിരിക്കുകയാണ്. മരുമകനെ അയാൾ മന്ത്രിയാക്കി, 2 പണം വാരി വകുപ്പുകൾ നൽകി. അപ്പോൾ ഇവിടെ കുടുംബവാഴ്ചയാണ് അരങ്ങേറിയത് കഴിഞ്ഞ 10 വർഷം. പിണറായി വിജയനും ഭാര്യയും മകളും ചെറുമകനും ചേർന്ന് എത്രയോ വിദേശ രാജ്യങ്ങളിൽ ധൂർത്തടിച്ചു കേരളത്തിലെ പൊതു ഖജനാവിലെ പണം മുടിച്ച്. നെതർലാൻഡ്സിൽ പോയത് റൂം ഫോർ റിവർ പദ്ധതി എന്നുള്ളൊരു പദ്ധതി പഠിക്കാനാണ് അത്രേ. അതിനുവേണ്ടി പൊതു ഖജനാവിൽ നിന്ന് ചിലവാക്കിയത് 2.5 കോടിയോളം രൂപയാണ്. ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ എത്രയോ കോടിക്കണക്കിന് രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് ഇതുപോലെ ചിലവാക്കിയത്. ഇവിടെ റോഡ് നന്നാക്കാതെ AI ക്യാമറകൾ സ്ഥാപിച്ചു. 74 കോടി രൂപയ്ക്ക് ഒരു കമ്പനി ഇത് സ്ഥാപിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രപ്പോസൽ പോലും അവഗണിച്ചുകൊണ്ട് അയാളുടെ ബന്ധുവായ ഏതോ ഒരാൾക്ക് കൊടുത്തു. 274 കോടിയോ മറ്റോ രൂപയ്ക്ക് കൊടുത്തു. ഇന്ന് നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ ഏതെങ്കിലും തരത്തിലൊരു പിഴ നമുക്ക് കിട്ടും. കാരണം നമ്മുടെ റോഡുകൾ അത്രയും ഇടുങ്ങിയതാണ്, അത്രയും പൊളിഞ്ഞു കിടക്കുന്നതാണ്, അത്രയും തിരക്കേറിയതാണ്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷേ അവിടെയും നമ്മളെ പിടിച്ചു പറിക്കുന്ന ഒരു നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. അയാൾക്ക് എങ്ങനെയും പണം ഉണ്ടാക്കണം, ജനങ്ങളോട് പക. സെൽഫി എടുക്കാൻ വന്നവരെയൊക്കെ കണ്ടല്ലോ, കൈ തട്ടി മാറ്റുകയാണ്, മൈക്കിനെ വലിച്ചൊടിക്കുകയാണ്, ഒരു തരം മാനസിക രോഗിയെപ്പോലെ, ഒരു സാഡിസ്റ്റിനെ പോലെയായിരുന്നു പലപ്പോഴും പിണറായി വിജയൻ്റെ പെരുമാറ്റം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൈക്കിനെതിരെ കേസെടുക്കുന്ന ഒരു മുഖ്യമന്ത്രി, പീഡകരോടൊപ്പമെല്ലാം, അയാൾക്ക് വേണ്ടപ്പെട്ട പീഡകരോടൊപ്പമെല്ലാം അയാൾ നിന്നു. വേടൻ, KV ഗണേഷ് കുമാർ, മുകേഷ്, കുഞ്ഞു മുഹമ്മദ്, അങ്ങനെ എത്രയോ പീഡകരെ ഇയാൾ സംരക്ഷിച്ചു. അപ്പോൾ ഇനിയൊരു പിണറായി ഭരണം കൂടി വന്നാൽ കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടാകില്ല. അയാൾ ഇപ്പോൾ ഈ അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നിട്ട് പോലും അയാളുടെ പെരുമാറ്റം ഇത്തരത്തിലാണ്. ഇനിയൊരു ഭരണം കൂടി കിട്ടില്ല എന്നുറപ്പാണ്. ഇനിയൊരു ഭരണം കൂടി കിട്ടിയാൽ പിണറായി വിജയൻ നമ്മളെ ഒന്നും ബാക്കി വെച്ചേക്കില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു അപേക്ഷയേ ഉള്ളൂ. കാരണം ചെയ്യാത്ത തെറ്റിന് ഇതുപോലെയുള്ള അഴിമതികൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ നരകയാതന അനുഭവിച്ചവരാണ് ഞങ്ങളൊക്കെ. ദിവസങ്ങളോളം ജയിലിൽ കിടന്നു, ഇപ്പോഴും കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഇവരോടൊപ്പം ചേർന്ന് നിന്ന് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് പ്രവർത്തിക്കാം. പണത്തിന് വേണ്ടിയാണെങ്കിൽ അതിന് തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പിണറായി വിജയനെയും പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്നത്. അതിൻ്റെ പ്രതികാര നടപടിയാണ് ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ചും ധർമ്മടത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വരരുത്. അങ്ങനെ വന്നാൽ കേരളത്തിൻ്റെ ഗതി അധോഗതിയാവും. അതുകൊണ്ട് നിങ്ങൾ വോട്ടിടാൻ പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്തോളൂ. ഇടതുപക്ഷം ഒഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക്, അത് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് പാർട്ടികളോ BJPയോ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്തോളൂ. എന്തിനും ഏതിനും ഉളുപ്പില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. ഒരു ഭാഗത്ത് വർഗീയതയെക്കുറിച്ച് സംസാരിക്കും, എന്നിട്ട് വർഗീയ പാർട്ടിയെ കൂട്ടുപിടിക്കും. ഇതൊക്കെയാണ് പിണറായി വിജയൻ. രേവന്ത് റെഡ്ഡിയെ ഡാഷ്മോനെ എന്ന് വിളിച്ചതിലൂടെയാണ് അയാൾ അവസാനമായി തൻ്റെ തനി സ്വരൂപം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ഈ പിണറായി വിജയൻ എന്ന ഈ മനുഷ്യൻ കേരളത്തെ കുറച്ചൊന്നുമല്ല ഇല്ലാതാക്കിയത്. ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 10 വർഷം മുമ്പ് 1.5 ലക്ഷം കോടി പൊതുകടമുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തെ ഇന്ന് 6 കോടിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. 10 വർഷം കൊണ്ട് 4.5 ലക്ഷം കോടി രൂപ കടം അധികമായി വരുത്തി വെച്ചിരിക്കുന്നു. ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഇട്ടിട്ടുണ്ട്. വെറും 85 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഒരു മാസം വാടക. 3 വർഷത്തേക്കാണ് അത് എടുത്തിട്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇന്ന് ആശുപത്രികളിൽ പോലും മരുന്നുകളോ ശസ്ത്രക്രിയാ ഉപകരണങ്ങളോ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ കാല് പിടിക്കുന്നു എന്ന് നിങ്ങൾ കരുതിക്കുള്ളൂ. നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാനും തയ്യാറാണ്. ദയവ് ചെയ്ത് ഇടതുപക്ഷത്തിന് നിങ്ങൾ വോട്ട് ചെയ്യരുത്. ഒരു തവണ എന്തായാലും UDF അധികാരത്തിൽ വരും. എവിടെയാണോ അഴിമതി ഉള്ളത്, എവിടെയാണോ അനീതി ഉള്ളത്, അവിടെ ഇത്തരത്തിൽ ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഈ പിണറായി വിജയന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത്. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളിത് ഓർക്കണം. ഈ കാര്യങ്ങളെല്ലാം, ശബരിമല, സിദ്ധാർത്ഥൻ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം നിങ്ങൾ ഓർക്കണം. പിണറായി വിജയൻ്റെ ഈ മുഖം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്.